വീടില്ലിനി ഞാൻ നിന്നെ വീടില്ലടി ഞാൻ. ഇനി ആര് വന്നാലും ഇനി എന്തു വന്നാലും വീടില്ല ഞാൻ. കേട്ടില്ലേ പുന്നാരെ പോയി. തുറക്കുന്നേ തുറക്കുന്നേ വാതില് തുറക്കുന്നേ. ഹോ തുറക്കുന്നേ തുറക്കുന്നേ വാതില് തുറക്കുന്നേ. തുറക്കുന്നേ തുറക്കുന്നേ വാതില് തുറക്കുന്നേ. തുറക്കുന്നേ തുറക്കുന്നേ വാതില് തുറക്കുന്നേ. ഒന്ന് വെറുതെ ഇരിക്കും അവിടെ. അമ്മോ ഒന്ന് സംസാരിച്ചല്ലോ. മാഡം പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പ്ലീസ് നീ ഒന്ന് പോയി തരൂ. നിങ്ങൾ അകത്തിരിക്കല്ലേ, മിസ്സായി പോയി. കാണണമായിരുന്നു, കാണുന്ന പരിപാടിയായിരുന്നു. വെറുതെ ഇരിക്കും. ഞാൻ എന്താ തരണ്ടേ നിനക്ക്? സ്നേഹത്തോടെ എന്ത് തന്നാലും ഞാൻ വാങ്ങിക്കും. എന്താ തരുന്നേ? ദേവി ഇതൊന്ന് പോയി തരൂ. മാഡം ഞാൻ എവിടേക്കും പോകാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാ. പ്ലീസ് വാതിലോർക്ക്. ഇവിടെ പുറത്ത് നല്ല തണുപ്പാ. ഓ കുറച്ച് നേരത്തെ പറഞ്ഞത് കാറ്റും മഞ്ഞൊന്നും എനിക്ക് ഒരു പ്രശ്നമല്ലെന്നാണല്ലോ. നോക്ക്, തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ. ഒരു കാരണവശാലും ഞാൻ വാതിൽ തുറക്കില്ല. ഇത് നോക്കി, നിങ്ങൾക്ക് ഈ ആമ്പിളരോടുള്ള പെരുമാറ്റം ഇങ്ങനെയാണെങ്കിലേ അഖില കേരള പുരുഷ സംഘടനാംഗങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വീടിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തും ഞാൻ. നീ ആര് വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. എന്റെ വീട്ടിന്റെ വാതിൽ ഞാൻ ഒരു കാരണവശാലും തുറക്കില്ല. ബോസാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. കറക്റ്റ് സമയത്താ വിളിച്ച. ഓഹോ മേഡം ഒന്ന് നോക്കിയേ, ബോസാ വിളിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്ത് വീടിന്റെ പുറത്തിറക്കി നിർത്തിക്കാന്ന് ഞാൻ പറയാൻ പോവാണ് കേട്ടോ. പറഞ്ഞു, ഞാൻ നിന്നെ വീട്ടിന്റെ പുറത്ത് നിർത്തിയേക്കാണെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണെന്ന് എന്നോട് തന്നെ ചോദിക്കുമല്ലോ. അപ്പൊ നീ ചെയ്യുന്നതൊക്കെ ഞാനും പറഞ്ഞു കൊടുത്തോളാം. വെറുതെ വീട്ടിലേക്ക് കയറി വന്ന് എന്നെ ശല്യം ചെയ്യാണെന്ന് ഞാൻ പറഞ്ഞോളാം. കോളെടുക്ക്, സംസാരിക്കും. പറഞ്ഞു പേടിപ്പിക്കാൻ നോക്കാണോ? ഇനി നടക്കാൻ പോകുന്നത് കണ്ടോ? ആ പറയൂ ബോസ്. തൃശ്ശൂർ എന്താണ് കോൾ എടുക്കാൻ ഇത്ര താമസം? Is everything fine? ഫൈനല്ലോ, ഇവിടെ ഗ്രാൻഡ് ഫിനാലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്ത് ഫിനാലെ? പിന്നെ എന്ത് പറയാൻ എന്റെ ബോസ്. മാഡത്തിനോട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും 10ഉം 15ഉം ഡിഷ് ഉണ്ടാക്കി എന്നെ തീറ്റിച്ചുകൊണ്ടേയിരിക്കല്ലേ. ഇതൊക്കെ ഒന്ന് കഴിച്ച് തീർക്കാന്ന് പറഞ്ഞാലേ ഗ്രാൻഡ് ഫിനാലെ ഫൈറ്റ് പോലെയല്ലേ. അതായത് എന്റെ വയറ് വേഴ്സസ് ഫുഡ്. ശിവൻ നിനക്ക് അത്രയും വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി തന്നോ? എങ്ങനെയുണ്ട്? അവർക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാനൊക്കെ അറിയാം. ഓ എന്റെ അമ്മോ, വന്ന സമയം മുതലേ കുക്ക് ചെയ്തോണ്ടിരിക്കുക. അത് പിന്നെ മാഡത്തിന്റെ പാചകത്തിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞു വർണ്ണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നേ. നോക്ക് ബോസ്, അവരുണ്ടാക്കുന്ന ഓരോ ഐറ്റവും വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത്. ആഹാ ഇത് നോക്ക്, സൂപ്പ്. അതങ്ങ് തുറന്നാ പിന്നെ ചൂടുള്ള ആവി മുഖത്തേക്ക് അടിക്കുക. അതേ നോക്കി ഗോപി മഞ്ച്. സൂപ്പറാണ് കൊച്ചു മുതലാളി. പിന്നെ ബിരിയാണി നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയൊക്കെ കൊച്ചു മുതലാളി. അതിന്റെ കൂടെ ഗ്രേവി. ഓ അപ്പൊ നിന്നെ ശിവാനി നന്നായിട്ട് സൽക്കരിക്കുന്നുണ്ടെന്ന് അർത്ഥം. പിന്നല്ലാതെ. മാഡം മതി മതി, വയറ് നിറഞ്ഞ് പൊട്ടാറായിരുന്നേ. നിർത്തും, മതി, എനിക്ക് മതി. ഇത് നോക്കിയ ബോസ്, വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വാരിക്കോരിടാ. വാവ്, ശിവാനിക്ക് നിന്നെ അത്ര കാര്യമൊന്നും ഇപ്പൊ മനസ്സിലായില്ലേ നിനക്ക്? നിന്നെ എത്ര നന്നായിട്ട് അവളെ ട്രീറ്റ് ചെയ്യുന്ന. അയാൾക്ക് കുഴപ്പമൊന്നുമില്ലോ അല്ലേ? കുഴപ്പോ? അവർ വളരെ കൂളാണെന്നേ. അതായത് പുറത്തടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിന്റെ തണുപ്പിനോട് പോലും നമുക്ക് കോമ്പറ്റീഷൻ വെക്കാൻ പറ്റുന്നു. കൊച്ചു മുതലാളി, നിങ്ങളോട് ഉണ്ടാവണമായിരുന്നു. ശിവാനി മാഡത്തിനെ ഒന്ന് കാണണമായിരുന്നു. ആൾക്കുണ്ടല്ലോ ഈ ദേഷ്യവും പിന്നെ ടെൻഷനൊക്കെ അടുത്ത കൂടെ പോലും പോയിട്ടില്ലെന്നേ. അതെടാ, ഞാനും കൂടി ഉണ്ടാവണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടെ ഉള്ളൊരു സമ്മതിക്കണ്ടേ. അതുവിട്. എടാ നീ അയക്കൊന്ന് ഫോൺ കൊടുത്തേ, ഞാൻ സംസാരിക്കട്ടെ. ഫോണോ? എന്താടാ എന്തു പറ്റി? നീ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ വാക്ക്? ഇനി ശിവാനി എന്നോട് സംസാരിക്കില്ലെന്നുണ്ടോ? അയ്യോ അങ്ങനെ ഒന്നുമില്ല കൊച്ചു മുതലാളി. അവര് കിടക്കാൻ വേണ്ടി മുകളിലേക്ക് ഇപ്പൊ കയറി പോയിട്ടേ ഉള്ളൂ. ബോസിന് നിർബന്ധമാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ മുകളിൽ പോയി വിളിച്ചിട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ഉറങ്ങിക്കോട്ടെ. ഞാൻ നാളോട് സംസാരിച്ചോളാം. അങ്ങനെ ആയിക്കോട്ടെ. തൃശ്ശൂർ, ശിവാനിയുടെ കാര്യങ്ങൾ ഇപ്പൊ നന്നായിട്ട് നോക്കിക്കോളാം. അല്ലാതെ നീ പോത്തുപോലെ അവിടെ കിടന്ന് ഉറങ്ങാൻ പാടില്ല. ഉറക്കോ? നോ ചാൻസ്. രാത്രി ഒരു പോള കണ്ണടയ്ക്കാത്ത മേഡത്തെ നന്നായി ഞാൻ നോക്കും.
ഓക്കെ തൃശ്ശൂർ, നാളെ വിളിക്കാം. ഗുഡ് നൈറ്റ് കൊച്ചു മുതലാളി. ഞാൻ പോയിരുന്നെങ്കിൽ പോലും അവൾ ഇത്ര നന്നായിട്ട് നോക്കില്ലായിരുന്നു. അത്ര നന്നായിട്ട് അവൻ അവളെ നോക്കുന്നത്. അതുകൊണ്ടാ അവൻ എനിക്ക് ഇത്ര വിശ്വാസം. വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ അത് തൃശ്ശൂർ എന്ന് പറഞ്ഞ വിശ്വാസം. മേഡം മേഡം പ്ലീസ് ഈ വാതിലൊന്ന് തുറക്ക്, പുറത്ത് നല്ല തണുപ്പാ. അയ്യോ എന്താ ചെയ്യട്ടെ, കാറ്റും മഞ്ഞൊക്കെ ഒരു പ്രശ്നമേ അല്ലാന്ന് ബിൽഡപ്പ് ഒക്കെ കൊടുത്തല്ലേ, എന്ത് ചെയ്യാന്, അനുഭവിച്ചാലേ പറ്റൂ. അയ്യോ ഞാൻ എങ്ങനെ ഈ നേരം വിളിപ്പിക്കും, ഇതെന്തൊടുക്കത്തെ തണുപ്പാ. എന്താ അന്തീശ, നീ എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? നിന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ തൃശ്ശൂരിനെ ശിവാനിയുടെ വീട്ടിലേക്ക് അയച്ചതിന്റെ വിഷമമാണോ? ചേച്ചേ, അക്കാര്യത്തിൽ ഞാനെന്തിനാ മുതലാളി വിഷമിക്കുന്നു? തൃശ്ശൂലും ഈ വീട്ടിലെ കുട്ടി തന്നെയല്ലേ, അവനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഏൽപ്പിക്കാലോ. നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ സ്വന്തം അച്ഛനെ പോലെ ആവില്ലല്ലോ. നന്ദീശ, തൃശ്ശൂലിനെ എന്തിനാ പറഞ്ഞയച്ചെന്നറിയോ? അവൻ നല്ല ഉത്തരവാദിത്തമുള്ളൊരു കുട്ടിയാണ്. ഒരു ചെറിയ ജോലി ഏൽപ്പിച്ചാൽ പോലും അവനത് നീറ്റായി ചെയ്തു തീർക്കും. ഇപ്പോ ശിവാനി ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണല്ലോ. ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുമ്പോ മനസ്സിൽ ഒരുപാട് വേണ്ടാത്ത ചിന്തകളുണ്ടാവും. അവളെന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് പോലും എനിക്ക് പേടിയുണ്ട്. തൃശ്ശൂര് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരോ ഒരാൾ കൂടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യം ശിവാനിക്കുണ്ടാവും. അതുകൊണ്ടാണ് അവനെ വിട്ടത്. അത് സത്യം തന്നെ മുതലാളി, നല്ലൊരു കാര്യം തന്നെ മുതലാളി ചെയ്തേ. ഞാനൊരിക്കലും അതിനെതിരായിട്ട് ഒന്നും തന്നെ പറയില്ല. മുതലാളിക്ക് എന്നെ വിശ്വസിക്കാം. ഞാനിവിടുത്തെ ഒരു ഡ്രൈവറായിട്ടും മുതലാളി എത്ര നന്നായിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ, അതിനൊക്കെ ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും. എന്റെ മകനും എന്നെ പോലെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. തൃശ്ശൂലിന്റെ ആഗ്രഹവും അത് തന്നെ മുതലാളി. ചില സമയത്ത് എനിക്ക് നിന്നോട് നല്ല അസൂയ തോന്നാറുണ്ട്. തൃശ്ശൂൽ എന്റെ മകനായില്ലല്ലോ എന്നോർത്ത്. മുതലാളി തമാശ പറഞ്ഞാടാ, സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. എന്തെനിക്ക് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ദാഹിച്ചിട്ട് വയ്യ. വെള്ളം വെള്ളം. എനിക്കെന്തേ സംഭവിക്കുന്നത്? ശരീരത്തിൽ നിന്ന് മുറിഞ്ഞു പോകുന്നല്ലേ തോന്നുന്നത്. അമ്മേ, ഡാഡി, ഡാഡി.
തിരിച്ചു വന്നോ? നീ എന്തായാലും തിരിച്ചു വന്നല്ലോ. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നീ എന്നെ വിട്ട് ദൂരേക്ക് പോയെന്ന് ഞാൻ വിചാരിച്ച്. നിന്നെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിച്ച്. നീ ഇപ്പൊ ഇവിടേക്ക് തിരിച്ചു വന്നല്ലോ, അത് മതി എനിക്ക്. നീലി, നീ അവസാനം വരെ എന്റെ ഒപ്പം തന്നെ ഉണ്ടാകുന്ന എനിക്ക് വാക്ക് തന്നതല്ലേ? ആ വാക്ക് പാലിക്കാൻ വേണ്ടിയല്ലേ നീ ഇപ്പൊ തിരിച്ചു വന്നത്? യഥാർത്ഥ സ്നേഹത്തിന് മരണമില്ലെന്നൊക്കെ പറയാറില്ലേ? അതെ, നമ്മുടെ സ്നേഹം യഥാർത്ഥമാണ്. നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ, ഭാഗ്യം. നീ തിരിച്ചു വന്നത് എനിക്ക് എത്ര സന്തോഷമായിന്നറിയോ? ആ സന്തോഷം അറിയിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല നീലി. നീലി, എന്നെ കൊണ്ട് നിന്നെ രക്ഷിക്കാൻ പറ്റാത്തതിന്റെ കുറ്റബോധം എനിക്കുണ്ട്. പക്ഷെ നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അന്ന് കണ്ടപ്പോ നിന്റെ ജീവൻ പോയിരുന്നു. ഇതെല്ലാം എങ്ങനെയാണ് നീലി? നീ എങ്ങനെ തിരിച്ചു വന്നത്? അന്ന് അവിടെ എന്താ സംഭവിച്ചത്? അവിടെ നിന്ന് ആരെങ്കിലും നിന്നെ രക്ഷിച്ചതാണോ? പറ നീലി, സംസാരിക്കേ. എന്താ സംഭവിച്ചേ? ഞാൻ ഇത്രയും നേരം നിന്നോട് ചോദിച്ചിട്ടും നീ എന്താ ഒന്നിനും ഉത്തരം പറയാത്തത് നീലി? ഓ, ഞാനന്ന് നിന്നെ രക്ഷിക്കാൻ വരാത്തതിന്റെ ദേഷ്യമാണോ? എന്നോട് ക്ഷമിക്കും നീലി. നിന്നെ വന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. പക്ഷെ അങ്ങോട്ട് വരാനുള്ള അവസ്ഥയിലായിരുന്നില്ല ഞാൻ. പ്ലീസ് നീലി, സംസാരിക്കേ. നിങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടാലും ഒരു പ്രയോജനമില്ല. എന്താന്ന് വെച്ചാ അത് യഥാർത്ഥ നീലിയല്ല, നീലിയുടെ ബിംബമാണിത്. ഈ ട്യൂൺ പോരാ, ഇത്തിരി കൂടി വേണം. മരുമോൻ എന്തിനാ ഇവിടെ ഒന്ന് കിടക്കുന്നേ? അല്ല, എൻഗേജ്മെന്റ് ക്യാൻസൽ ആയതിന്റെ പേരിൽ അടിച്ച് ഫിറ്റായിട്ട് വന്ന് കിടക്കുന്നതാണോ? വേറെ ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. അളിയനെങ്ങനെ ഈ കാര്യം അറിഞ്ഞാ വല്ലാതെ വിഷമിക്കും. ഇവനെ ഇവിടുന്ന് എഴുന്നേൽപ്പിച്ച് റൂമിൽ കൊണ്ടുപോയി കിടത്താം. മരുമോനെ, മരുമോനെ, ഇങ്ങനെ വിഷമിച്ചൊന്ന് കിടന്നാലോ? ഇതൊക്കെ സാധാരണയല്ലേ? ഞാനില്ലേ നിന്റെ കൂടെ? എല്ലാം ഞാൻ നോക്കിക്കോളാം. മരുമോൻ എഴുന്നേക്ക്, എഴുന്നേക്ക്. ഇവ മദ്യപിച്ചിട്ടില്ലല്ലോ. മരുമോനെ, മരുമോനെ, മരുമോനെ. ചേച്ചി, അളിയാ, മോളെ, ചേച്ചി, അളിയാ, എന്താടാ വേഗം വാ. മരുമോൻ ഇവിടെ. എന്താ സംഭവിച്ചത്? ത്രിവിക്രമ, മോനെ, ത്രിവിക്രമ. രാത്രി കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, ഇതെന്താ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ? നിങ്ങൾ ആരും കണ്ടില്ലേ? രാത്രി മുറിയിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയവനാ. ഇവനെന്താ പറ്റിയത്? കുറച്ച് വെള്ളം എടുത്തുണ്ടോ മോളെ? മോനെ, ത്രിവിക്രമ, മരുമോനെ, ത്രിവിക്രമ, എഴുന്നേക്ക്. എന്തു പറ്റി? കൊച്ചുമുതലാളി, കൊച്ചുമുതലാളി, മുതലാളി, എന്താ സംഭവിച്ചെന്നറിയൂ? അറിയില്ല നന്ദേശ, ഇവിടെ വീണ് കിടക്കായിരുന്നു. വെള്ളം വീണേ. മരുമോനെ, ത്രിവിക്രമ, മോനെ, മോനെ. ത്രിവിക്രമ. കൊച്ചുമുതലാളി, എടുക്കേ. കൊച്ചുമുതലാളി, മരുമോനെ, കൊച്ചുമുതലാളി, മരുമോനെ, മുരളി. ദമയന്തി, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ. വെറുതെ ഇങ്ങനെ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. മരുമോനെ, എഴുന്നേക്ക്. നന്ദീശ, നീ സാംബശിവനെ ഒന്ന് വിളിച്ചിട്ട് അർജന്റായിട്ട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ശരി. ഹലോ, ഡോക്ടർ സാറല്ലേ? സാർ, ഞാൻ നന്ദീശനെ സംസാരിക്കുന്നു. ആ, അത് മുതലാളിയുടെ മോന് നല്ല സുഖമില്ല, ഒന്ന് വേഗം വരാൻ പറഞ്ഞു. സോറി മാഡം, ദേഷ്യപ്പെടരുത്. ഇന്നലെ തൊട്ടേ അല്ലേലും ടെൻഷനിൽ തന്നെ ഇരിക്കല്ലേ. മാഡം ദേഷ്യപ്പെട്ട എനിക്ക് സഹിക്കാനാവില്ലത്. ആ പഴയ ശിവാനി ഒന്ന് കാണണമെന്നേ ഉള്ളൂ. അതിനി എന്താ ചെയ്യണ്ടെന്നാ ഇപ്പൊ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നീല എന്തായാലും നമുക്ക് രക്ഷിക്കാനാവില്ല. അവരിന്ന് ഈ ഭൂമിയിലേ ഇല്ല. അതുകൊണ്ട് എനിക്ക് പരിചയമുള്ള ഒരാളുടെ അടുത്ത് പോയി രാത്രിക്ക് രാത്രി തന്നെ നീലയുടെ ഒരു രൂപം ഞാൻ ഉണ്ടാക്കിയെടുത്തു. മാഡത്തിനത് ഇഷ്ടാവുന്ന എനിക്ക് ഉറപ്പാ. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്തനോട് ദേഷ്യപ്പെട്ടിരുന്നു.
എന്താ മാഡം ഒന്നും സംസാരിക്കാതെ? വിഷമായോ? സോറി മാഡം. ഈ പ്രതിമയ്ക്ക് ജീവനില്ലെങ്കിലും എന്റെ നീലിയെ എന്റെ കൺമുന്നിലേക്ക് നീ കൊണ്ടുവന്നല്ലോ. എനിക്ക് സന്തോഷായി. താങ്ക് യു ഈ പ്രതിമ എനിക്ക് കൊണ്ടു തന്നതിന്. അയ്യോ അമ്പോ, ഇപ്പോഴൊരു സമാധാനം കിട്ടിയ. ഓ, ഒരു ജീവൻ തിരിച്ചു കിട്ടിയ പോലെയുണ്ട്. എന്തിനാ മാഡം ഇങ്ങനെ വല്ലാത്ത മൂഡിലിരിക്കുന്നത്? എപ്പോഴും ശാന്തി സമാധാനം നമ്മുടെ കൂടെ തന്നെ വേണം. കൂടെ ഉണ്ടായിരുന്നവർ നഷ്ടപ്പെടുമ്പോ അതിന്റെ വേദന അത് അനുഭവിക്കുന്നവർക്കേ അറിയൂ. അതെനിക്ക് മനസ്സിലാവും മാഡം. നിങ്ങള് നീലി ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. നിങ്ങൾ അവരെത്ര മിസ് ചെയ്യുന്നുണ്ടെന്ന് മുഖം കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീലി പോയതിനു ശേഷം മാഡം മര്യാദയ്ക്ക് ജലപാനം പോലും ചെയ്തിട്ടില്ല. ചില യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞേ പറ്റൂ. പക്ഷെ എന്ത് വിഷമായാലും കാലം അത് മായ്ച്ചു കളയും. എനിക്ക് വേറൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നീലി എങ്ങനെയെങ്കിലും കാണുമ്പോ ആ മുഖത്തൊരു ചിരി കാണുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മാഡത്തിന്റെ മുഖത്തുണ്ടല്ലോ ഈ ഒരു ചിരി ഒന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞ രാത്രി മൊത്തം ഞാൻ എന്റെ ഉറക്കം കളഞ്ഞതാ മാഡം. ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ആ വാതിലൊന്ന് തുറക്ക് പ്ലീസ്. നോക്ക്, നീലിയെ തിരിച്ചു കൊണ്ടുവന്ന് എന്നെ സന്തോഷിപ്പിച്ചതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു മാത്രം. അത് മുതലെടുത്തുകൊണ്ട് അകത്തേക്ക് വരാൻ ശ്രമിക്കേണ്ട നീ. അത് നല്ലതിനല്ല. മാഡം, ഈ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇതൊന്നും ചെയ്തു കൂട്ടിയത്. നിങ്ങളൊന്ന് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാ. ഒരു കാര്യം പറയാം, എനിക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കയറി കാണിച്ചുതരാം. ഒരിക്കലും ഇല്ല. അതെങ്ങനെ കഴിയും നിനക്ക്? ഡോറ് ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കാം. എന്താ മാഡം ഇത്? ഞാൻ അകത്ത് കയറാതെ എങ്ങനെയാ ആ പ്രതിമയ്ക്ക് അകത്ത് കയറാൻ പറ്റുക? എങ്ങനെയാണെന്നാണ് ആലോചിക്കുന്നത്? ഹെയർ പിൻ ഇതുപയോഗിച്ചാണ് വാതിൽ തുറന്ന് ഞാൻ അകത്തേക്ക് കയറിയത്. ഇങ്ങനെയുള്ള ടെക്നോളജീസിന്റെ കാര്യത്തില് ഞാൻ വളരെയേറെ ഫോർവേഡാണ്. ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് ഈ വീടിനകത്തേക്ക് എനിക്ക് എപ്പോ വേണമെങ്കിലും കയറാം. പക്ഷേ മാഡം സ്വയം അത് തുറന്ന് ഞാൻ അകത്തേക്ക് കയറ്റാതെ ഞാനായിട്ട് കയറി വരില്ല. ഞാൻ വാതിൽ തുറക്കുകയില്ല. നീ അകത്തേക്ക് വരികയും വേണ്ട. അത് പിന്നെ എനിക്കറിയുന്ന കാര്യമല്ലേ. മാഡം ഇത് തന്നെയായിരിക്കും പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തുകൊണ്ടാണ് അകത്തേക്ക് കയറ്റാത്തതെന്നും എനിക്കറിയാം. അതെന്താന്ന് വെച്ചാ ഞാൻ അങ്ങോട്ട് വന്നാ പിന്നെ എന്റെ ഗുണങ്ങളും സംസാരവും ക്വാളിറ്റീസും ഇതെല്ലാം കണ്ട് മെല്ലെ 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 എന്നോട് പ്രണയം തോന്നി തുടങ്ങില്ലേ. അതുകൊണ്ടാ. അത് കഴിഞ്ഞ പിന്നെ നിങ്ങൾ എന്നെ പ്രണയിച്ച് കൊല്ലില്ലേ. അതുകൊണ്ടാ. അതാ മാഡം എന്നെ അകത്തേക്ക് വിളിക്കാത്തതെന്ന് എനിക്കറിയാം. വെറുതെ നീ ഓരോന്ന് പറയണ്ട. എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നില്ല. സ്വപ്നത്തിൽ പോലും അത് നടക്കില്ല. അത് വെറും തോന്നൽ മാത്രം. 100% ഉറപ്പായിട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. യാതൊരു സംശയമില്ല. എന്തൊക്കെ നീ പറഞ്ഞോണ്ടിരിക്കുന്നേ? അന്ന് വന്നിട്ട് ഇത് കൊച്ചുമുതലാളിക്ക് ചേരുന്ന പെണ്ണാണ്, നിങ്ങളുടേത് ബെസ്റ്റ് ജോഡിയാണ്. എന്റെ മനസ്സിൽ തെറ്റായ തോന്നലുണ്ടായി, അതിന് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പറയുന്ന കാര്യം നോക്കിയേ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഞാനും വാദിക്കില്ല. നോക്ക് മാഡം, ഇനിയും ബോസിന്റെ ഭാര്യയായി തീർന്നിട്ടില്ല. അതുവരെ ഞാൻ എന്തിനാ പിന്നെ വെറുതെ വിരഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നുവെച്ചാ നോക്ക് മാഡം, ഞാനും ഇയാൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴും ആ സ്നേഹം മനസ്സിലുണ്ട്. ഞാൻ സത്യം പറയാലോ, നമ്മുടെ കാര്യത്തില് എന്തായാലും ബോസിനേക്കാൾ സീനിയറാണ് ഞാൻ. ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്നപ്പോ മാഡത്തിന് എന്നോടും എന്തൊക്കെ ഉണ്ടായിരുന്നു, ശരിയല്ല പറഞ്ഞത്? അത് മാഡത്തിന് എന്നോട് പറയാൻ അറിയില്ല, അതാണ് കാര്യം. അതാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങള് ബോസിന്റെ കൂടെയുള്ള നിശ്ചയത്തിന് സമ്മതിച്ചു, എങ്കിലും ഇപ്പോഴും ആ മനസ്സിനുള്ളിൽ ഞാനുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇതെല്ലാം തന്നെ അറിഞ്ഞു വെച്ചിട്ട് ഞാൻ ഒന്നും ശ്രമിച്ചില്ലെങ്കിൽ മാഡത്തിന് എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടില്ലേ, ശരിയല്ലേ? നിന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തയായിരിക്കും ഞാൻ വിചാരിച്ചില്ല. മാഡം, ഈ ലോകത്തിൽ തന്നെ പ്രണയാനുഭൂതിക്ക് മുകളിലായി മറ്റൊന്നും തന്നെ ഇല്ലെന്നേ. ആ പ്രണയത്തിന് വേണ്ടി ഞാൻ കുറച്ച് ശ്രമിക്കണ്ടേ? മാഡത്തിന് ഇതുവരെയും മനസ്സ് മാറിയിട്ടില്ല. പക്ഷെ ഭാവിയിൽ എങ്ങാനും ഞാൻ തന്നെ മതിയെന്നും പറഞ്ഞ് മനസ്സ് മാറി മാഡം എന്റെ അടുത്തേക്ക് ഓടി വരാണെങ്കിലും അതുവരെ എന്റെ ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. ഇതുകൊണ്ടാ എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞത്. അല്ല, ഇപ്പൊ കുറച്ച് കഷ്ടമൊക്കെ തോന്നും, പക്ഷെ ഭാവിയിൽ അതൊക്കെ മാറിക്കോളും. ഉറപ്പായിട്ടും മാഡം മാറുന്നേ. ഇല്ല,
ഞാൻ മാറില്ല മാറില്ല മാറില്ല. അല്ല, ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വാതിലും തുറക്കുന്നേ. ഞാൻ അങ്ങോട്ടേക്ക് വരാം. എന്നിട്ടും എന്നോട് പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കുന്നില്ല. പോയിക്കൊള്ളാന്നേ. എന്താ മാഡം, അക്കാര്യത്തില് എന്നെ വിശ്വാസമില്ല? വാതിൽ തുറന്നാ മാഡം എന്നെ പ്രേമിച്ചു പോകുന്നുള്ള പേടിയായിരിക്കും അല്ലേ? എനിക്ക് നിന്നോട് പ്രേമമില്ല, ഒരു മണ്ണാൻ കട്ടിയില്ല. ഇന്ന് പിന്നെ വാതിൽ തുറക്കുന്നേ.